സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഞാൻ മാത്രം ഇങ്ങനെ നടക്കുന്നു. എന്തൊരു ഗതികേടാണ്. ഈ കൊച്ചാണെ ഉറങ്ങുന്നില്ല. ഒന്ന് കുറങ്ങു വച്ചേ. മിൻസി നാത്തൂനെ ഒന്ന് എഴുന്നേറ്റേ. എന്താ എടുത്തേ? കുഞ്ഞുറങ്ങിയില്ലേ? ഇല്ല, അവൻ ഉറങ്ങുന്നില്ല. ഇത്ര നേരമായിട്ട് എന്താ അവൻ ഉറങ്ങാത്തത്? കരയുന്നുണ്ടാ? കരയുന്നില്ല. നടക്കുമ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല. ഇത്ര നേരം നടക്കുമായിരുന്നു. എപ്പോൾ തുടങ്ങിയാന്നറിയോ? ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം കരയുക. ദൈവമേ, ഇത്രയും ദിവസം രാത്രി ഒന്നും കുഴപ്പമില്ലാതിരുന്ന ഇനിയിപ്പോൾ ഇന്നോട്ട് രാത്രി ഉറങ്ങാണ്ടിരിക്കുവാവോ? നാത്തൂന, ഞാൻ ഒത്തിരി നേരമായി നടക്കുക. നീ കുറച്ചു നേരം ഇനി എടുക്കുക. എനിക്ക് തീരെ വയ്യാന്ന് ഇരിക്കട്ടെ. അയ്യോ, എനിക്കേ നല്ല നടുവേദന എടുത്തേ. കുഞ്ഞിൻ്റെ അടുത്തോളം നടക്കാൻ പറ്റില്ല. പിന്നെ കാലിൽ നീരുണ്ട്. തീരെ വയ്യ എനിക്ക്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, അമ്മയെ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കേ. എനിക്കൊരു റെസ്റ്റ് ആകുമല്ലോ. അമ്മയോട് കുറച്ചു നേരം കൊച്ചിനെ എടുക്കാൻ പറ. അയ്യോ, അമ്മയെ വിളിക്കാൻ പറ്റില്ല ഏട്ടത്തി. അമ്മ ഉറങ്ങണതിന് മുന്നേ പറഞ്ഞാണ് തലവേദനയാന്ന്. ഏട്ടത്തിക്ക് അറിയാമല്ലോ അമ്മയ്ക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ടെന്ന്. ഉറക്കത്തിൻ്റെ ഇടയിലെങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ തലവേദന കൂടും. പിന്നെ ആകെ ഇതാവും. വെറുതെ എന്തിനാ അമ്മനെ ബുദ്ധിമുട്ടിപ്പിക്കണത്? നാത്തൂനെ, എനിക്കും ഉണ്ട് ഈ വയ്യായും കാര്യങ്ങളൊക്കെ. എത്ര നേരമായി നടക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ? എനിക്ക് വയ്യ തീരെ. അയ്യോ, ഏട്ടത്തിക്ക് വയ്യ അല്ലേ? അമ്മയാണെങ്കിൽ വിളിക്കാനും പറ്റത്തില്ല. എനിക്കും വയ്യ. പിന്നെ ഏട്ടത്തിക്കും വയ്യല്ലോ. ഞാൻ തന്നെ എടുക്കാം. തീരെ വയ്യ. വേണ്ട, നീ കിടന്നോ. പ്രസവിച്ച് കിടക്കുന്നതല്ലേ. എന്നെ കൊണ്ട് ഞാൻ എങ്ങനെ ഇതൊക്കെ. എനിക്ക് ഇച്ചിരി മനസാക്ഷിയൊക്കെ ഉണ്ട്. അല്ലേലും ഈ കുടുംബത്തിൽ ഐശ്വര്യമാണ് ഏട്ടത്തി, സത്യം പറയാമല്ലോ. പിന്നെ അത് മാത്രമല്ല, കുഞ്ഞിനാണെങ്കിലും എൻ്റെ അടുത്തേക്കാളും അമ്മയുടെ അടുത്തേക്കാളും ഒരു കംഫർട്ടബിൾ ഉള്ളത് ചേട്ടത്തിൻ്റെ അടുത്താണ്. അത് അവൻ്റെ ഏട്ടത്തിൻ്റെ അടുത്ത് വന്ന് കരച്ചിലും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഇരുന്ന് മുഖത്തോട്ടൊക്കെ നോക്കി കിടന്നോളൂ. ഞങ്ങളടുത്തൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നടന്നാൽ മതി, അവൻ ഉറങ്ങിക്കോളൂ കേട്ടോ. ഞാൻ നീ കിടക്കട്ടെ കേട്ടോ. അവളും കിടന്നു. എല്ലാവരും ഉറങ്ങുക, ഞാൻ മാത്രം ഇങ്ങനെ നടക്കുന്നു. എന്തൊരു ഗതികേടാണിത്. ഒന്ന് ഉറങ്ങുമോ ഒച്ചേ? കുഞ്ഞിൻ്റെയൊക്കെ ഉണങ്ങി അടുത്തി? അതൊക്കെ ഉണങ്ങി. എന്തായാലും ഞാൻ തന്നെയല്ലേ ഇത് കഴുകിയിട്ടത്. ആ വെയിലത്ത് കിടന്ന് അരച്ച് കിടക്കരുതോ സാരം മുഴുവൻ. അമ്മയ്ക്കോ നിനക്ക് ആർക്കെങ്കിലും അത് എടുത്ത് മടക്കിയെങ്കിലും വെച്ചുകൂടായിരുന്നോ? അതിപ്പോൾ ഞാൻ തന്നെ പോകേണ്ടി വന്നില്ലേ? അയ്യോ, ഞാൻ മറന്നുപോയി. പിന്നെ ഇതൊക്കെ എടുക്കണമെങ്കിലും പുറത്തു വരെ നടക്കുകയൊക്കെ ചെയ്യണ്ടേ? അതൊന്നും ഒരു കുഴപ്പമില്ല. 10-18 ദിവസമായില്ലേ ഇപ്പോൾ പ്രസവിച്ചിട്ട്. ഇപ്പം ഞാനൊക്കെ പ്രസവിച്ചിടുന്ന സമയത്ത് ബാത്റൂമിൽ ചെന്ന് കുഞ്ഞിൻ്റെ തുണിയൊക്കെ അലക്കിയിടുമായിരുന്നു ഈ സമയത്തൊക്കെ. എന്നിട്ട് കൊണ്ട് വെയിലത്തിടുക. എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് അമ്മയ്ക്കൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തുകൂടെ? എന്തെങ്കിലുമൊക്കെ മേലെ അനങ്ങണം. അല്ലെങ്കിൽ അനങ്ങാപ്പാറ റൂമിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ണവും കുറയത്തില്ല, ഒന്നും പറ്റാണ്ടാവും തീരെ. അല്ല, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. അപ്പം പിന്നെ എക്സസൈസൊക്കെ ചെയ്തിട്ട് വണ്ണമൊക്കെ കുറയ്ക്കുക, സെറ്റാക്കാം. പിന്നെ എടുത്തിയേ കുറച്ചും കൂടെ തുണിയുണ്ട് കേട്ടോ അലക്കാൻ. തുണിയാ? എന്ത് തുണി? ഞാൻ രാവിലെ ഒരു ലോഡ് അലക്കിയതാണല്ലോ. ഇനി എന്ത് തുണി? അത് വേറെ ഇത് വേറെ. ഇതിപ്പോൾ കുറച്ച് മൂത്രത്തുണിയും പിന്നെ എൻ്റെ 2-3 ജോഡിയും പിന്നെ ഒരു ബെഡ്ഷീറ്റും ഉള്ളൂ. വേറെ ഒന്നുമില്ല. അത്യാവശ്യം ഇല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം എങ്ങനെ അലക്കാം. അയ്യോ, ഇല്ല, പറ്റില്ല. ഇപ്പം തന്നെ അലക്കണം കേട്ടോ. എന്ന് വെച്ചാലേ കുഞ്ഞിന് മൂത്രം ഒഴിച്ചിട്ട് പിന്നെ മാറിക്കഴിഞ്ഞാൽ വേറെ തുണിയില്ല. അതുകൊണ്ട് ഇത് വേണം. ഇപ്പം തന്നെ ഒന്ന് അലക്ക് കേട്ടോ. എന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ ഇടണം കേട്ടോ. കല്ലി മാത്രം അലക്കിയാൽ മതിയേ. മോശം. പിന്നെ എടുത്തേ, എനിക്ക് കുറച്ച് നേരമായിട്ടേ ഭയങ്കര ക്ഷീണം. ഫീഡ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് ഭയങ്കര വിശപ്പുണ്ട്. എനിക്കൊരു ഇച്ചിരി ജ്യൂസ് എന്തെങ്കിലും അടിച്ചു തരുമോ? അല്ല, അപ്പോൾ തുണി അലക്കണ്ടേ? അയ്യോ, തിരക്ക് പിടിക്കണ്ട. തുണി കലക്കി കഴിഞ്ഞിട്ട് മതി. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുറച്ച് നേരം കിടക്കും കേട്ടോ. ഭയങ്കര ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. നീ ഉറങ്ങിക്കോ. അതിനിപ്പോൾ എൻ്റെ അടുത്ത് എന്തിനാ പറയണത്? അത് പിന്നെ ഉച്ച കഴിഞ്ഞ് പൊതുവെ കൊച്ചിപ്പോൾ ഉറങ്ങാറൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ കൊച്ചിനെ ആര് നോക്കും? അപ്പോൾ ചേട്ടത്തി പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി. ഞാൻ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് നേരം കൊച്ചിൻ്റെ അടുത്തിരിക്കണം കേട്ടോ. കൊച്ചിന്നല്ല രാത്രി ഉറങ്ങിയിട്ടില്ല. നിനക്കറിയാലോ, ഞാൻ അവനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. എൻ്റെ ഉറക്കം അതുകൊണ്ട് ഒട്ടും ശരിയായിട്ടില്ല. ഈ പണിയല്ല ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അതൊക്കെ രാത്രി ഉറങ്ങാടുത്തി. പിന്നെ ഇടത്തിയ പോലെ അല്ലല്ലോ ഞാൻ പ്രസവിച്ചെടുക്കില്ലേ. ഇപ്പം നല്ല ക്ഷീണവും വയ്യായിയൊക്കെ ഉണ്ട്. പിന്നെ കൊച്ചിനെ അമ്മ എടുത്ത് കൊടുക്കാമെന്ന് വെച്ചാലേ എൻ്റെ അടുത്തേക്കാളും അമ്മയുടെ അടുത്തേക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിൾ ചേച്ചി അടുത്താണ്. അപ്പം പിന്നെ ചേട്ടത്തിയെടുത്ത് തന്നെ ഇരിക്കുകയല്ലേ നല്ലത്. ഞാൻ ഇച്ചിരി അടക്കി ചേച്ചേ. അവളുടെ ഒരു കംഫർട്ടബിൾ. ഇങ്ങനെ പോയാൽ ഞാനിവിടെ കിടന്ന് മുടിയും.
എടി നീ എന്താ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നേ? എടി എന്തിനാടി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നേ? പതിവ് പാത്രങ്ങൾ എടുത്ത് വെച്ചൂടെ നിനക്ക്? എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. എടി എന്താ നിനക്ക് പറ്റിയേ? ഇങ്ങനെയൊക്കെ എന്തിനാ നീ പെരുമാറുന്നത്? ഒരാവശ്യമില്ല, എന്തിനാ നീ ദേഷ്യപ്പെടുന്നേ? അല്ല, എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്നേ? എന്തോന്ന് നീ എന്താ ഈ പറയണേ? നിങ്ങളുടെ പെങ്ങളുടെ പ്രസവം നോക്കലല്ല എൻ്റെ പണി. ഞാൻ മടുത്തെന്ന് പറഞ്ഞ മടുത്ത്. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ പിന്നെ ഞാൻ നിലത്തിരുന്നിട്ടില്ല. എനിക്ക് വയ്യ. തൊട്ടേനും പിടിച്ചതിന് ഞാൻ എല്ലാം എങ്ങനെ ചെയ്തു കൊടുക്കണം എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് തിരിച്ച് സംസാരിക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് വെച്ചാൽ മിണ്ടാണ്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ ഇങ്ങോട്ട് തലേക്ക് നിരങ്ങുക. എല്ലാം ചെയ്ത് ചെയ്ത് ഞാൻ മടുത്ത്. നിങ്ങളെൻ്റെ മുഖത്തോട്ട് നോക്ക്. കണ്ണും കറുത്ത്, മുടിയും, എൻ്റെ കോലം നോക്ക്. ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? നിങ്ങളുടെ പെങ്ങളുടെ കൊച്ചിനെ കൊണ്ട് നടക്കല എൻ്റെ പണി. നിങ്ങളുടെ അമ്മയും പെങ്ങളൊക്കെ സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങും. ഞാൻ ആ കൊച്ചിനെ കൊണ്ട് തേരാപ്പാര നടക്കുക. ഒരു എന്തെങ്കിലും ഒന്ന് കൈമാറി എടുക്കാൻ കൂടെ ഒരാളില്ല. ഞാൻ ചെയ്ത് കൊടുക്കുക. പക്ഷെ എന്തെങ്കിലും ഒരു സഹായം എന്നോട് ഇങ്ങോട്ട് കൂടെ വേണ്ടേ? ഇത് ഞാൻ മാത്രം എല്ലാം ചെയ്യണം. എല്ലാവർക്കും വയ്യായുണ്ട്. എനിക്കിതൊന്നുമല്ല. ഞാൻ റോബോട്ടാണല്ലോ. രാത്രി മൊത്തം ആ കൊച്ചിനെ നോട്ടം, രാവിലെ എടുത്ത് ഈ വീട്ടിൽ വിട്ട പണി. എനിക്കൊന്ന് കിടക്കാൻ പോലും നേരമില്ല. എനിക്കിത് വയ്യ. എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. അത്ര തന്നെ. അതൊന്നും വേണ്ട. ഇനി ഇതിൽ കൂടുതൽ സംസാരമൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. ഞാൻ പിള്ളേരെയും കൊണ്ടുപോട്ടാ. നിങ്ങളുടെ പെങ്ങൾ ഇനി എന്ന് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നോ അന്നേ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ. അല്ലാണ്ട് ഞാനിനി ഇല്ല. കൊച്ചുങ്ങളെ എന്തിനാ കൊണ്ടുപോകുന്നേ? പിള്ളേരെ ഞാൻ എന്തായാലും കൊണ്ടുപോകും. അവർ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരാ ഉള്ളത്? സ്വന്തം കാര്യം നോക്കാൻ പോലും ഇവിടെ പലർക്കും അറിയില്ല. പിന്നെയാണ് എൻ്റെ പിള്ളേരുടെ കാര്യം. ഞാൻ അതുങ്ങളെ കൊണ്ട് പോവാം. അവിടെ നിന്ന് ഞാൻ സ്കൂളിലൊക്കെ വിട്ടോളാം. ഒരു കുഴപ്പമില്ല. അടുത്ത് തന്നെയല്ലേ. അവിടെ നിന്ന് വിട്ടോളാം. ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാൻ പോയി. നിങ്ങളായി നിങ്ങളുടെ പോടായി.